പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തെ വോട്ടെടുപ്പ് ഏപ്രിൽ 9-നാണ്, വോട്ടെണ്ണൽ മെയ് 4-നും. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പും വോട്ടെണ്ണലും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ പൊടുന്നനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വോട്ടെടുപ്പിന് വേണ്ടി ഒരുപാട് സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും ഈ ചൂടത്തും വെയിലത്തും കഠിനമായി പണിയെടുക്കുമ്പോഴാണ് ചാനലുകളുടെ വോട്ടെടുപ്പും വോട്ടെണ്ണലും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കലും ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനോരമ വോട്ടെടുപ്പ് നടത്തി ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണി കുറേ പേരെ വിജയിപ്പിച്ചു. ഭരണവും അവർ തീരുമാനിച്ചു. ഇപ്പോൾ മാതൃഭൂമി അതുപോലെ തന്നെ വോട്ടെടുപ്പും വോട്ടെണ്ണലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ മുന്നേറ്റവും വീഴ്ചയും കീഴ്ചയുമൊക്കെ കൂട്ടിയും കിഴിച്ചും വലിയ ഗംഭീരമായ സംഗതികളാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ടി വിയും ഈ വർഷം വന്നത് വളരെ പെട്ടെന്നാണെങ്കിലും അവരും ഭയങ്കരമായ ഒരു സർവേ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. 85,000 പേർ മുതൽ വലിയ ഗംഭീരമായ സർവേ സാമ്പിളുകൾ എടുത്താണ് എല്ലാവരും പഠിക്കുന്നത്. പഠിച്ച് ഇവരെല്ലാവരും കൂടി ജയിപ്പിച്ച് ഭരണവും നൽകിക്കളയും. എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനിക്കുന്ന സ്ഥിതിക്ക് ആകപ്പാട് കടുത്ത സമ്മർദ്ദത്തിലുമാവും സ്ഥാനാർത്ഥികൾ. എന്ന് പറഞ്ഞാൽ ചിലരെ ജയിപ്പിക്കും, ചില സ്ഥലങ്ങളിൽ തോൽപ്പിക്കും, മറ്റ് ചില സ്ഥലങ്ങളിൽ അവരിവരെയും ജയിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കും. വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാതൃഭൂമിക്ക്. എന്നാൽ മനോരമയ്ക്ക് അത്രയും ഇഞ്ചില്ല, മീറ്റർ കണക്കിനുള്ള പോരാട്ടമാണ്. പിന്നെ ഇവരെല്ലാവരും സർവേ നടത്തുമ്പോൾ വളരെ രസകരമായൊരു കാര്യം, ഇതിനു മുമ്പത്തെ സർവേയിൽ ഇവരൊക്കെ എണ്ണി തോൽപ്പിച്ച പലരും പാർലമെൻറ്റിലും അസംബ്ലിയിലും ഒക്കെ ഇരിപ്പുണ്ട് വിവിധ പാർട്ടികളിലായി. പക്ഷേ അവരെ കുറ്റമല്ല, ഇതും ഒരു പരസ്യവും ഒരു വരുമാനവും അതിൻ്റെ ഏർപ്പാടുകളുമൊക്കെയാണ്. എല്ലാവരും ചെയ്യുമ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ തള്ളിപ്പോവും. അതുകൊണ്ട് അവരുടെ ഗംഭീരമായ സർവേ വ്യത്യസ്തമായ രീതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആശ മുളയ്ക്കുന്നവരും നിരാശ പങ്കിടുന്നവരും എല്ലാവരും ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും വോട്ടിരിക്കുന്നത് ജനത്തിൻ്റെ കയ്യിലാണ്. അത് ആർക്കും അറിയാത്ത വിധം, ഒപ്പം പോകുന്ന കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാത്ത വിധം അത് നിക്ഷേപിച്ച് പോരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. അതെണ്ണുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഫലമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മാസ്മരിക ഭാവം. അത് സത്യസന്ധമായി എണ്ണിയാൽ മതി. ശരിയായ രീതിയിൽ ജനാധിപത്യം പുലർന്നാൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയും പാറ്റേണും ഉണ്ടാവും. ഇവരുടെ പാറ്റേണൊക്കെ പെയ്ഡ് പാറ്റേണുകളും അതുപോലെ തന്നെ മറ്റു പല സമ്മർദ്ദ സർവേകളും ഒക്കെയാണ്. താല്പര്യങ്ങൾക്കനുസരിച്ച് എണ്ണി തോൽപ്പിക്കാനും ജയിപ്പിക്കാനും സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കഴിയും, അത് വ്യക്തികൾക്കും കഴിയും. അതിനേക്കാൾ ഭംഗിയായി കുറച്ചുകൂടി ഗ്രാഫൊക്കെ കാണിച്ചത് ചെയ്യാൻ കഴിയുന്നത് ചാനലുകൾക്കുമാണ്. ഏതായാലും നമുക്ക് നോക്കാം റിസൾട്ട് എന്തായിരിക്കുമെന്ന്. എൻ്റെ വിലയിരുത്തലിലെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥികളുടെ മെച്ചത്തിൽ LDF ഒരു സാധ്യത തേടുന്നു. സാഹചര്യങ്ങളുടെ മെച്ചത്തിൽ UDFും ഒരു സാധ്യത തേടുന്നു. രണ്ടുപേർക്കും മറ്റ് പല ഘടകങ്ങളും ചിലയിടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, സ്ഥാനാർത്ഥികളും ഉണ്ടായിട്ടുണ്ട്. ആ ട്രെൻഡാണ് അറിയേണ്ടത്. പാർലമെൻറ്റിലും പഞ്ചായത്ത് ഇലക്ഷനിലും തുടർന്ന ട്രെൻഡ് അതുപോലെ തന്നെ നിൽക്കുമോ? അതല്ലെങ്കിൽ ആ 2 ട്രെൻഡും മാറത്തക്ക രീതിയിൽ സംസ്ഥാന സർക്കാരിലേക്ക് വേറൊരു ട്രെൻഡ് ഈ കാലയളവിൽ രൂപം കൊണ്ടിട്ടുണ്ടോ? അതാണ് വിധി നിർണ്ണയിക്കുക.